വൈകുന്നേരം നൈസായിട്ടൊരു ചായ കുടിക്കാന്ന് വിചാരിച്ചപ്പോഴാണ് ഉമ്മ പറയുന്നത് പാലില്ല, ഞാൻ വേഗം പോയി പാല് വാങ്ങിക്കൊണ്ട് വരാം. ഒരു കമ്പനിക്ക് വേണമെങ്കിൽ ഞാനും വരാന്ന് പറഞ്ഞുകൊണ്ട് ഓട്ടോയിലേക്ക് ഞാൻ വലിഞ്ഞു. റേഷൻ കടയിലേക്കാണെങ്കിലും പാല് വാങ്ങിക്കാനാണേലും എവിടേക്കാണേലും ഒരുക്കത്തിനൊരു കുറവും വരുത്താൻ പാടില്ലല്ലോ. ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണമെന്നാണല്ലോ പഴഞ്ചൊല്ല്. അപ്പോ എന്റെ വീട്ടിലാരും പാക്കറ്റ് പാല് വാങ്ങിക്കാറില്ല, അധികവും നാടൻ പാലാണ് വാങ്ങിക്കാറ്. നാടൻ പാല് വാങ്ങിക്കാന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് പാലായിട്ടും യൂസ് ചെയ്യാം, അതിൽ നിന്ന് മോരും ഉണ്ടാക്കാം. പിന്നെ എന്റെ ഉമ്മ ശുദ്ധമായ നെയ്യും കൂടി അതിൽ നിന്നുണ്ടാക്കാറുണ്ട്. സുഖം, സുന്ദരം, സുഖകരം എന്ന് പറയുന്നത് പോലെ വളരെ ശാന്തമായ ഒരു പ്രദേശമാണ് കേട്ടോ ഇവിടം. ഈ ഒരു നിമിഷത്തിൽ എനിക്ക് ഓർമ്മ വന്നത് ഇവിടത്തെ കാറ്റാണ് കാറ്റ് എന്ന് പറയുന്ന ആ ഒരു പാട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് പച്ചക്കറി ഷോപ്പിലേക്കാണ് കേട്ടോ. ഉമ്മക്ക് കുറച്ച് പച്ചക്കറി വാങ്ങാനുണ്ടെന്ന് പറഞ്ഞു. ആളൊരു കയ്പാണെന്നുണ്ടെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ചായ മാത്രം എങ്ങനെയാ കുടിക്കുക, അതിലേക്ക് കടിക്കാനും വല്ലതും വേണമല്ലോ. അതുകൊണ്ട് നേരെ ബേക്കറിയിൽ ചെന്നിട്ട് എന്താ വേണ്ടതെന്ന് ഉമ്മ ചോദിച്ചതേ ഉമ്മക്ക് ഓർമ്മയുള്ളൂ. ഓസിനും കിട്ടി ആസിനും കുടിക്കുന്നു പറയുന്ന പോലെ കണ്ണ് കണ്ടതൊക്കെ എടുത്ത് ഞാൻ കഴിപ്പിച്ചു. ഇതൊന്നും തന്നെ വേണ്ടെന്ന് പറഞ്ഞു ഉമ്മ ഒക്കെ എടുത്ത് അവിടെ തന്നെ വെച്ചു. സാറ കരഞ്ഞ് വാശി പിടിച്ചതുകൊണ്ട് മാത്രം ഇത് കുറച്ച് വാങ്ങിച്ചു. ബേക്കറി വാങ്ങാൻ പോലും ഇത്രയേറെ ചിന്തിക്കുന്ന ഒരു ഉമ്മാനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. തിരിച്ചു പോകുമ്പോൾ നടന്നുകൊണ്ട് പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷെ ഞങ്ങളുടെ ആ പ്ലാനിന് അപ്പം തന്നെ വേണ്ടെന്ന് എന്നടാ ഇവിടെ പണി വെച്ചിരിക്കെ. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഓട്ടോയിൽ കയറി വീട്ടിൽ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇനി ഉമ്മ ഉണ്ടാക്കിയ ശുദ്ധമായ നെയ്യിനെ കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ബൈ.